ത്രിയേക ദൈവത്തിൻ്റെ വലിയ തിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. ഭാഗ്യവചനധാരയിലൂടെ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട എല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം. സഹോദരങ്ങളെ, ഇന്ന് അല്പസമയം നമുക്ക് ഒരുമിച്ച് ചിന്തിക്കുവാൻ ആഗ്രഹിക്കുന്ന വേദഭാഗം 139 സങ്കീർത്തനം 13-14 വാക്യങ്ങളാണ്. അവിടെ ഇപ്രകാരം പറയുന്നു: നീയല്ലോ എൻ്റെ അന്തരംഗങ്ങളെ നിർമ്മിച്ചത്, എൻ്റെ അമ്മയുടെ ഉദരത്തിൽ നീ എന്നെ മെടഞ്ഞു. ഭയങ്കരവും അതിശയവുമായി എന്നെ സൃഷ്ടിച്ചിരിക്കയാൽ ഞാൻ നിനക്ക് സ്തോത്രം ചെയ്യുന്നു. നിന്റെ പ്രവൃത്തികൾ അത്ഭുതകരമാകുന്നു, അത് എൻ്റെ ഉള്ളം നല്ലവണ്ണം അറിയുന്നു. ഇത് വായിച്ചപ്പോൾ എൻ്റെ മനസ്സിലേക്ക് കടന്നു വന്ന ചില ചിന്തകളാണ് പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുന്നത്. മനുഷ്യജീവിതത്തെ പൂമ്പാറ്റയുടെ ജീവിതചക്രത്തോട് ഉപമിച്ചിരിക്കുന്നു എന്ന് ഞങ്ങളുടെ പള്ളിയിലെ വികാരി അച്ഛൻ പറഞ്ഞപ്പോഴാണ് ഇങ്ങനെയൊരു ചിന്ത എൻ്റെ മനസ്സിലേക്കും കടന്നു വന്നത്. പൂമ്പാറ്റയുടെ ജീവിതത്തിന് 4 അവസ്ഥകളാണുള്ളത്: മുട്ട, പുഴു, സമാധി, ശലഭം. ഈ 4 അവസ്ഥകൾ മനുഷ്യജീവിതത്തിലും ഉണ്ടെന്ന് പറയാം. ഒന്ന്, മുട്ടയുടെ അവസ്ഥ. അത് മനുഷ്യജീവിതവുമായിട്ടുള്ള ബന്ധത്തിൽ ചിന്തിക്കുമ്പോൾ ഗർഭസ്ഥ അവസ്ഥയാണ്. സങ്കീർത്തനക്കാരൻ 22 സങ്കീർത്തനത്തിൽ ഇപ്രകാരം പറയുന്നുണ്ട്, 9 വാക്യം: നീയല്ലോ എന്നെ ഉദരത്തിൽ നിന്ന് പുറപ്പെടുവിച്ചവൻ, എൻ്റെ അമ്മയുടെ മുല കുടിക്കുമ്പോൾ നീ എന്നെ നിർഭയം വസിക്കുമാറാക്കി. 10 വാക്യത്തിൽ പറയുന്നു: ഗർഭപാത്രത്തിൽ നിന്ന് ഞാൻ നിങ്കൽ ഏൽപ്പിക്കപ്പെട്ടു, എൻ്റെ അമ്മയുടെ ഉദരം മുതൽ നീ എൻ്റെ ദൈവം. അമ്മയുടെ ഉദരത്തിലായിരിക്കുന്ന അവസ്ഥയിൽ പരിപൂർണ സംരക്ഷണമാണ് ദൈവം എനിക്ക് നൽകിയത്. അമ്മയുടെ ഉദരത്തിൽ നിർഭയമായി വസിക്കുവാൻ ദൈവം എന്നെ അനുഗ്രഹിച്ചു. 2 അവസ്ഥയാണ് പുഴുവിൻ്റെ അവസ്ഥ. അത് ഈ ലോക ജീവിതവുമായിട്ടുള്ള ബന്ധത്തിലാണ്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 41 അധ്യായത്തിൻ്റെ 14 വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു: പുഴുവായ യാക്കോബേ, ഇസ്രായേൽ പരിഷയെ, ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ സഹായിക്കും എന്ന് യഹോവ അരുളി ചെയ്യുന്നു. നിന്റെ വീണ്ടെടുപ്പുകാരൻ ഇസ്രായേലിൻ്റെ പരിശുദ്ധൻ തന്നെ. ഇയ്യോബിൻ്റെ പുസ്തകം 25 അധ്യായത്തിൻ്റെ 6 വാക്യത്തിൽ: പിന്നെ പുഴുവായിരിക്കുന്ന മർത്യനും കൃമിയായിരിക്കുന്ന മനുഷ്യനും എങ്ങനെ? മനുഷ്യൻ്റെ ഈ ലോക ജീവിതത്തെ പുഴുവിൻ്റെ ജീവിതത്തോട് സാമ്യപ്പെടുത്തിയിരിക്കുന്നു. അമ്മയുടെ ഉദരത്തിൽ നിർഭയമായി വസിക്കുവാൻ ദൈവം അനുഗ്രഹിച്ച കാലത്തിൻ്റെ പൂർണ്ണതയിൽ ജന്മം ലഭിച്ച ഞാൻ ഈ ലോകത്തിലേക്ക് പിറന്നു വീണപ്പോൾ തന്നെ എൻ്റെ നിർഭയാവസ്ഥ മാറി. ഭയത്തിൻ്റെ അടിമത്തത്തിലേക്ക് ഞാൻ വന്നു. ശബ്ദ കോലാഹലങ്ങൾ കേട്ടുള്ള ഭയം, പ്രകാശരശ്മികൾ എൻ്റെ കണ്ണിലേക്ക് അടിച്ചപ്പോൾ കണ്ണ് തുറക്കാൻ പറ്റാത്ത വിധത്തിലുള്ള അവസ്ഥ, മരുന്നിൻ്റെയും അതുപോലെയുള്ള സാധനങ്ങളുടെയും മണം എൻ്റെ ആന്തരിക അവയവങ്ങളെ അസ്വസ്ഥപ്പെടുത്തുന്നു. അത് സ്വീകരിക്കുവാൻ പറ്റാത്ത അവസ്ഥ, ലോകത്തിൻ്റെ ശബ്ദകോലാഹലങ്ങൾ എൻ്റെ കാതടപ്പിക്കുന്ന അവസ്ഥയിലായി. ഞാൻ അറിയാതെ കരഞ്ഞുപോയി. എല്ലാ പ്രതികൂല സാഹചര്യത്തിലും എൻ്റെ ദൈവം എന്നെ സംരക്ഷിക്കുവാൻ എന്നോട് കൂടെ ഉണ്ടായിരുന്നു. ഈ അവസ്ഥകളൊക്കെ അതിജീവിക്കുവാൻ ദൈവം എന്നെ അനുഗ്രഹിച്ചു. പൂമ്പാറ്റയുടെ 2 ഘട്ടത്തിലുള്ള പുഴുവിനെ പോലെ ഇലയിൽ കയറിയിരുന്ന ഇലകളെല്ലാം കാർന്നു തിന്നുന്നത് പോലെ എൻ്റെ ജീവിതം ആ ഒരവസ്ഥയിലേക്ക് മാറി. ഞാൻ ഏത് സാഹചര്യത്തിലാണോ ആ സാഹചര്യത്തെ എൻ്റെ ഉപജീവനത്തിന് വേണ്ടി ഉപയോഗപ്പെടുത്തി. സുഖവും സന്തോഷവും സമാധാനവും ദുഃഖവും വെറുപ്പും വേദനയും രോഗവും നിറഞ്ഞ ഈ ലോക ജീവിതത്തിൽ നിന്ന് പൂമ്പാറ്റയുടെ 3 ഘട്ടമായ സമാധിയിലേക്ക് ഞാൻ മാറ്റപ്പെടുകയാണ്. പൂമ്പാറ്റയുടെ സമാധി ഘട്ടത്തിൽ അതിൻ്റെ ശരീരത്തിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ഒരു ദ്രാവകം കൊണ്ട് ഒരു അറയുണ്ടാക്കി ആ അറയിൽ അത് സമാധിയിൽ ആകുന്നു. അതുപോലെ മനുഷ്യനും ജനനമെന്ന 3 അക്ഷരത്തിലൂടെ ഈ ലോകത്തിലേക്ക് വന്ന് ജീവിതമെന്ന 3 അക്ഷരത്തിലൂടെ ഈ ലോകത്തിൽ ദുരിതം, സന്തോഷം എന്നീ 3 അക്ഷരങ്ങൾ സ്വീകരിച്ച് മരണമെന്ന 3 അക്ഷരം പ്രതിഫലമായി വാങ്ങി കല്ലറ എന്ന 3 അക്ഷരത്തിൽ സമാധി എന്ന 3 അക്ഷരത്തിൻ്റെ അവസ്ഥയിലാണ്. അവിടം കൊണ്ട് വിശ്വാസി എന്ന 3 അക്ഷരം അവസാനിക്കുന്നില്ല. ബൈബിൾ ഇപ്രകാരം പറയുന്നു, സഭാപ്രസംഗിയുടെ പുസ്തകം 12:7: പൊടി പണ്ടായിരുന്നത് പോലെ ഭൂമിയിലേക്ക് തിരികെ ചേരും. ആത്മാവ് അതിനെ നൽകിയ ദൈവത്തിൻ്റെ അടുക്കലേക്ക് മടങ്ങിപ്പോകും. പുഴു സമാധിയിൽ നിന്നുണർന്ന് വർണ്ണശബളാഭമായ ചിത്രശലഭമായി പാറിപ്പറക്കുന്ന അവസ്ഥ, അതാണ് ശലഭത്തിൻ്റെ 4 ഘട്ടം. അതുപോലെയാണ് മനുഷ്യനും. കല്ലറയിൽ നിന്നുള്ള
ഉയർത്തെഴുന്നേൽപ്പിലൂടെ പരമോന്നത ജീവിതം നയിക്കുവാൻ ദൈവം അനുഗ്രഹിക്കുന്നു. കർത്താവിൻ്റെ രണ്ടാമത്തെ വരവിൽ സംഭവിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചാണ് സൂചിപ്പിക്കുന്നത്. പൗലോസ് അപ്പോസ്തലൻ തെസ്സലോനിക്കാർക്ക് എഴുതിയ ഒന്നാമത്തെ ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 16-17 വാക്യങ്ങളിൽ ഇപ്രകാരം പറയുന്നു. ഇത് നമുക്കെല്ലാവർക്കും സുപരിചിതമായ വാക്യമാണ്. കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതൻ്റെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കുകയും പിന്നെ ജീവനോടെ ശേഷിക്കുന്ന നാം അവരോട് ഒരുമിച്ച് ആകാശത്തിൽ കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. ഇങ്ങനെ നാം എപ്പോഴും കർത്താവിനോട് കൂടെയിരിക്കും. ചുരുക്കി പറഞ്ഞാൽ സങ്കീർത്തനം 90-10 ഞങ്ങളുടെ ആയുഷ്കാലം 70 സംവത്സരം, ഏറെയായാൽ 80 സംവത്സരം, അതിൻ്റെ പ്രതാപം ദുഃഖവും പ്രയാസവും അത്രേ. അത് വേഗം തീരുകയും ഞങ്ങൾ പറന്നു പോവുകയും ചെയ്യുന്നു. ചിത്രശലഭത്തെ പോലെ ദൈവസന്നിധിയിലേക്ക് പറന്നുയരുന്ന ഒരു അവസ്ഥ. KV ജോസഫ് എന്ന ദൈവദാസൻ ഇപ്രകാരം പാടി. അദ്ദേഹത്തോട് ചേർന്ന് നമുക്കും പാടാം. അല്പകാലം മാത്രം ഈ ഭൂവിയിലെ വാസം സ്വർപ്പുരമാണ് എൻ്റെ നിത്യമാം വീട്, എൻ്റെ നിത്യമാം വീട്. എൻ പ്രയാണകാലം 4 വിരൽ നീളം ആയതിൻ പ്രതാപം കഷ്ടത മാത്രം. ഞാൻ പറന്നു വേഗം പ്രിയനോടു ചേരും, പിൻമഹിമ പ്രാപിച്ചെന്നും വിശ്രമിച്ചിടും, എന്നും വിശ്രമിച്ചിടും. പ്രിയമുള്ളവരെ, എൻ്റെ എളിയ വാക്കുകൾ ഇവിടെ നിർത്തുന്നു. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.